കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ കമൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, അറിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുതി പഠിച്ചിട്ടുള്ള അറിവൊന്നുമല്ല, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ അറിവ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യൂ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, ഇതെല്ലാം എഗ്രി ചെയ്തതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ എഗ്രി ചെയ്തതാണ്, ഇതൊന്നുമല്ല, ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു സാലറി ഒക്കെ ഉള്ള നല്ലൊരു ജോലി കിട്ടി, നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു തുടങ്ങി ഫസ്റ്റ് മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് സാലറി കിട്ടണില്ല എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയാണ് നെക്സ്റ്റ് മാസം സാലറി തരാം, അടുത്ത മാസം കഴിയുമ്പോഴും സാലറി കിട്ടണില്ല. പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾക്ക് സാലറി കിട്ടണ ഒരു ജോലിയല്ല. എന്നാൽ നിങ്ങൾക്കിത് ക്വിറ്റ് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. നിങ്ങൾക്കിത് ലൈഫ് ലോങ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ജോലിയാണ് സാലറി ഇല്ലാണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ ഫ്രസ്ട്രേഷനാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു അടുക്കളയിൽ കിടന്ന് ജോലി എടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാലാണ് എനിക്ക് തോന്നുന്നു മെന്നിന് കുറച്ചും കൂടെ, ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക.